കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ വെറ്റിലപ്പാറയിൽ കാട്ടാന വളർത്തുപോത്തിനെ ചവിട്ടിക്കൊന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. തുടുമ്മേൽ ബെന്നിയുടെ പോത്താണ് ചത്തത്. പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഉടൻ വകവരുത്തുക എന്നതാണ് പ്രശ്നപരിഹാരത്തിനുള്ള നാട്ടുകാരുടെ നിർദ്ദേശം. വെറ്റിലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാനക്കൂട്ടങ്ങളുടെ വിളയാട്ടമായിരുന്നു. ഒന്നിലേറെ കൂട്ടങ്ങളാണ് നാട്ടിലിറങ്ങിയത്. ഇതിൽ ഒന്നിന്റെ ചവിട്ടേറ്റാണ് വളർത്തുപോത്തിന് ജീവൻ നഷ്ടപ്പെട്ടത്. തുടുമേൽ ബെന്നിയുടേതാണ് പോത്ത്. വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ 3 പോത്തുകളെയാണ് കെട്ടിയിരുന്നത്. ഇതിൽ ഒരെണ്ണത്തിനെയാണ് ആന വകവരുത്തിയത്. സമീപത്ത് താമസിക്കുന്നവർ ശബ്ദം കേട്ടെങ്കിലും ഭയം കാരണം പുറത്തിറങ്ങി നോക്കിയില്ല. ശനിയാഴ്ച പുലർച്ചെ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ ബെന്നിയുടെ സഹോദരനാണ് പോത്തിനെ ചത്ത നിലയിൽ കണ്ടത്. ആന്തരികാവയവങ്ങൾ പുറത്തു ചാടിയിരുന്നു. പിന്നീട് വനപാലകർ സ്ഥലത്തെത്തി. വെറ്റിനറി സർജൻ പോത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി. 2.5 വയസ്സ് പ്രായമുള്ളതായിരുന്നു പോത്ത്. കാട്ടാനശല്യം നിരന്തരമുള്ള പ്രദേശമാണിത്. വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്ന് നാട്ടുകാർ പറയുന്നു. പോത്തിനെ കൊന്നതുപോലെ തങ്ങളെയും ആന ചവിട്ടിക്കൊല്ലുമെന്ന ആശങ്കയുണ്ട്. ഫെൻസിംഗ് സ്ഥാപിച്ചതൊന്നും ഫലം കണ്ടിട്ടില്ല. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഉടനടി വകവരുത്തുകയാണ് പ്രശ്നത്തിന് പോംവഴിയെന്ന് നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, മുറ്റത്തിറങ്ങാൻ പോലും പേടിയാ. ഇന്നിപ്പോൾ പോത്തിനെ ഈ മാതിരി ചവിട്ടി ഒതുക്കിണ്ടെങ്കിൽ നാളെ ഞങ്ങളുടെ മുറ്റത്ത് ഞങ്ങളെ ഏറ്റവും സ്റ്റിക്കറാക്കി ഇടണം. അപ്പം അതുകൊണ്ട് MLA കാര്യം ഫെൻസിങ് ഇട്ടു. അത് അവർ തന്നെ ആന തന്നെ ചവിട്ടി പൊളിച്ചു കളഞ്ഞു. അതൊന്നുമല്ല ഇതിന് ശാശ്വത മാർഗം. ഞങ്ങളുടെ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി ഞങ്ങളുടെ വിളകൾ നശിപ്പിക്കുക, ഞങ്ങളുടെ ജീവനെ ആപത്ത് വരുത്തുന്ന രീതിയിൽ അവരിറങ്ങിയ കാണോടത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് മാറ്റണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ പറയണത് അത് തന്നെയാണ്. പിന്നെ അതേ വീട്ടിലെ കുടിയിൽ 1000 വോൾട്ടിൻ്റെ ഫെൻസിങ് ആയിട്ടേക്കണേ. അതുവരെ ചവിട്ടി പൊളിച്ച് പൈനാപ്പിൾ നശിപ്പിച്ചു. പിന്നെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിട്ട് പോവുക. വാഴ എന്ന് വേണ്ട സർവത്ര. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം എവിടെ വെച്ച് കാണണം അവിടെ വെച്ച് നല്ല ഷൂട്ടർമാരെ വിളിച്ചിട്ട് ഷൂട്ട് ചെയ്യുക. അത് മാത്രമേ ഇനി ഒരു പരിഹാരമുള്ളൂ. പ്രദേശവാസികളുടെ പ്രധാന സഞ്ചാരമാർഗമാണ് കോതമംഗലം വെറ്റിലപ്പാറ റോഡ്. സന്ധ്യ കഴിഞ്ഞാൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഏതു സമയത്തും കാട്ടാനക്കൂട്ടം റോഡിലെത്താം എന്നതാണ് അവസ്ഥ. വെള്ളിയാഴ്ച രാത്രിയിൽ ഒരു ബൈക്ക് യാത്രികൻ ആനക്കൂട്ടത്തിന്റെ മുമ്പിൽപ്പെട്ട സംഭവവുമുണ്ടായി. റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുകയാണ് ആനശല്യം തടയാനുള്ള പോംവഴിയെന്ന് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് പറഞ്ഞു. ഇക്കാര്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികാരികൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആദ്യമായിട്ട് ഫെൻസിങ് കളഞ്ഞു. ഇപ്പം രണ്ടാമത് അത് പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഫോറസ്റ്റുകാരും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഫെൻസിങ് കൊണ്ട് തന്നെ നിൽക്കില്ല. ഇപ്പോൾ റെയിൽ ഫെൻസിങ് എന്ന് പറഞ്ഞൊരു ആശയം ഞാൻ റേഞ്ചറോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് സ്ഥാപിക്കണം. പിന്നെ ജില്ലാ പഞ്ചായത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ റെയിൽ ഫെൻസിങ് സ്ഥാപിച്ചാൽ അതിന് ഇതൊരു ശാശ്വത പരിഹാരം ആവൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന് ഈ രീതിയിൽ മുന്നോട്ട് പോയി ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്കാണ് ഇപ്പം പുറത്തിറങ്ങാൻ മേലാത്ത സാഹചര്യം വന്നേക്കണം. കാരണം ആളുകൾ ഞങ്ങളോടാണ് പറഞ്ഞത്, ഞങ്ങളെങ്ങനെ പുറത്തിറങ്ങി നടക്കും, അല്ലെ ഞങ്ങളെങ്ങനെ കൃഷി ചെയ്യും എന്ന് ഞങ്ങളോടാണ് പരാതി പറഞ്ഞത്. ഞങ്ങൾ ഫോറസ്റ്റുകാരെ സമയാസമയങ്ങളിൽ ഇത് DFO കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കോതമംഗലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. റേഞ്ചർ പഞ്ചായത്തിൽ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മീറ്റിംഗ്. അപ്പോൾ ഞങ്ങൾ പരമാവധി ശ്രമിക്കേണ്ടെന്നാണ് പറയുന്നത്. GTV ന്യൂസ് പിണ്ടിമന.